Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ വീക്കിലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച അതായത് 11 ജനുവരി 2021 മുതൽ 15 ജനുവരി 2021 വരെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന ഒരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്കിനെ നമ്മളുടെ പല പ്രീവിയസ്ലി വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ രണ്ട് രീതിയിലുള്ള അപ്രോച്ചും ബന്ധൻ ബാങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്വിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ അന്ന് ഈ സ്റ്റോക്ക് 280 മുതൽ 290 രൂപ വരെയുള്ള റേഞ്ചിൽ ബൈ ചെയ്യുക, അതിനുശേഷം 340, 360 രൂപ റേഞ്ചിൽ എക്സിറ്റ് ആവുക എന്നുള്ള ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോങ് ടൈം ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 150 രൂപ അല്ലെങ്കിൽ 180 രൂപ റേഞ്ചിൽ സ്റ്റേബിളായി തുടങ്ങിയപ്പോൾ ബൈയിങ് റെക്കമെൻഡേഷൻ നൽകിയിരുന്നു. 180 അതിനുശേഷം 290 എന്നീ ലെവലുകളിലെല്ലാം ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റോക്കിൽ വാല്യുവേഷൻ ബൈയിങ് തന്നെയാണുള്ളത്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്കിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കാം. 67,539 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. സെക്ടറിൻ്റെ PE 36, ബാങ്കിൻ്റെ PE 24. ഇനി ഇതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്കാണ്, അല്ലാതെ ഡിവിഡൻഡ് തരുന്ന ഒരു സ്റ്റോക്കല്ല. സ്റ്റോക്കിൽ റീസെൻ്റ് ആയിട്ടുള്ള വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 35% ഡെലിവറിയാണ് ഉണ്ടായിരിക്കുന്നത്. 1 മന്തിലെ ആവറേജ് ഡെലിവറി നോക്കുകയാണെങ്കിൽ 34% ഡെലിവറിയും ലാസ്റ്റ് വീക്കിൽ സ്റ്റോക്കിൽ 45% ഡെലിവറിയുമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച മുതൽ സ്റ്റോക്കിൽ ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പൊസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. Q3 റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ നല്ല രീതിയിൽ Q3 റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ അഡ്വാൻസ് ആയിട്ട് പൊസിഷൻ എടുക്കാറുണ്ട്. അതിനുശേഷം Q3 റിസൾട്ടിൻ്റെ ഡിക്ലറേഷൻ ഡേറ്റിന് മുന്നിൽ നമ്മൾ സെൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയുണ്ട്. അങ്ങനെയുള്ള സ്ട്രാറ്റജി അനുസരിച്ചും ആളുകൾ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാറുണ്ട്. ഈ വക ഓപ്പർച്യൂണിറ്റികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സ്റ്റോക്ക് അടുത്ത ആഴ്ചയിലേക്ക് പരിഗണിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ PE നോക്കാം. അതായത് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ PE ഏകദേശം HDFC ബാങ്കിൻ്റെ PB റേഷ്യോയും ഈ സ്റ്റോക്കിൻ്റെ PB റേഷ്യോയും അടുത്തടുത്താണ് വരുന്നത്. PE റേഷ്യോ നോക്കുകയാണെങ്കിൽ HDFCയുടെ 26-ഉം ബന്ധൻ ബാങ്കിൻ്റെ 24-ഉമാണ്. ഇനി ROE നോക്കുകയാണെങ്കിൽ അതായത് പിയർ ഗ്രൂപ്പിലെല്ലാം നല്ല രീതിയിലൊരു ROE ജനറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വീക്കിലി പെർഫോമൻസിൽ ഈ സ്റ്റോക്ക് 4%-ഓളം ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സെക്ടർ 1% റിട്ടേണും സെൻസെക്സ് 1.91% ഗെയിനുമാണ് തന്നത്. അതായത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് പൊസിഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 മന്തിലെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 1 മന്തിൽ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയാണ്. അതായത് ബന്ധൻ ബാങ്ക് 3.81% റിട്ടേണും സെക്ടർ 5.99% റിട്ടേണുമാണ് തന്നത്. സെൻസെക്സ് 7% ഗെയിനാണ് ലാസ്റ്റ് 1 മന്തിൽ തന്നത്. 1 ഇയറിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 520 രൂപ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കായിരുന്നു. അത് അവിടെ നിന്നും കറക്റ്റായിട്ട് ഇപ്പോൾ 420 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതായത് ഈ സ്റ്റോക്കിൽ നമ്മൾ അല്പം ലോങ് ടൈമിൽ അല്ലെങ്കിൽ ഒരു മിഡ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഉറപ്പായിട്ടും 20% റിട്ടേൺ കേപ്പബിലിറ്റി തരാൻ കഴിവുള്ള ഒരു സ്റ്റോക്കാണ്. ബാങ്കിങ് സെക്ടർ 11% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 19% ഗെയിനും തന്നപ്പോൾ ബന്ധൻ ബാങ്ക് 1 ഇയറിൽ -13% ഗെയിനാണ് തന്നത്. അതിനുള്ള പ്രധാന കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം COVID-19 ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും നന്നായി ബാഡ് അഫക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. കാരണം ഈ ബാങ്കിൻ്റെ ബിസിനസ് മോഡൽ തന്നെ മൈക്രോ ഫിനാൻസിയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലെൻഡിങ് ബിസിനസ് മോഡലാണ്, അല്ലെങ്കിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ലെൻഡിങ് ബിസിനസ് മോഡലാണ്. അപ്പോൾ മൈക്രോ ഫിനാൻസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, MSME ഇൻഡസ്ട്രീസ് ഏറ്റവും നന്നായി അഫക്റ്റ് ചെയ്യുന്നത് COVID-19 ലോക്ക്ഡൗൺ കാലത്താണ്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ബാങ്കിൻ്റെ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. പക്ഷേ ബാങ്കിൻ്റെ റിക്കവറി നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു റിക്കവറിയാണ് ബാങ്കിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിചയപ്പെടാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനുകളിലായിട്ട് നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയാണ്. അതായത് 400-നും 420-നും ഇടയ്ക്കുള്ള റേഞ്ചിലാണ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനുകളിലായിട്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ടാർഗറ്റ് ആയിട്ടുള്ള 360 എന്ന് പറയുന്ന ടാർഗറ്റ് സ്റ്റോക്ക് ക്രോസ് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് അവിടെ നിന്നും 400 മുതൽ 420 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ റീജിയനിൽ നിന്നും സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ ടാർഗറ്റായിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് 520 തന്നെയാണ്. ഏകദേശം 20%-ഓളം അപ്പ് നമ്മൾക്ക് അപ്പ് മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഡ്യൂറേഷൻ കുറച്ച്
വലിയ ഡ്യൂറേഷൻ എടുക്കാം. ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 440 മുതൽ 450 റേഞ്ച് ആയിരിക്കും സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. നല്ലൊരു ടാർഗറ്റ് വേണമെങ്കിൽ അത് 526 ആയിരിക്കും സ്റ്റോക്കിൻ്റെ നല്ലൊരു ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് പ്രീവിയസ് റേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 360 തന്നെയായിരിക്കും സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിലും ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന IT സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് HCL ടെക്. സ്റ്റോക്കിൻ്റെ 3 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 121% റിട്ടേൺ ആണ് തന്നത്. 1 ഇയറിൽ സ്റ്റോക്ക് 69% റിട്ടേൺ തന്നു. 1 വീക്കിൽ സ്റ്റോക്ക് 4% ഗെയിൻ ആണ് തന്നത്. അതായത് 3 ഇയറിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 42% ഗെയിനും IT സെക്ടർ 108% ഗെയിനുമാണ് തന്നത്. അതായത് സെൻസെക്സിനെ IT സെക്ടർ കഴിഞ്ഞ 3 വർഷമായി എങ്ങനെ ബീറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കറണ്ട് IT സെക്ടറിനേക്കാളും ലോവർ വാല്യുവേഷനാണ്. അതായത് സെക്ടറിൻ്റെ വാല്യുവേഷൻ 31ഉം സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 22ഉമാണ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2,69,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കൂടാതെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1% ഡിവിഡൻഡ് ഈൽഡും തരുന്ന കമ്പനിയാണ്. അതായത് എല്ലാ പാരാമീറ്റേഴ്സും നല്ല രീതിയിൽ ഫിറ്റ് ആകുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ലാസ്റ്റ് വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ അതായത് ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് 35% ഡെലിവറിയാണ് ഉണ്ടായത്. ലാസ്റ്റ് 1 വീക്കിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 32%, 1 മന്തിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 35%. അതായത് നല്ല ഒരു ഡെലിവറിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെൽത്തി ലൈഫിൻ്റെ റെഗുലർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് അല്ലെങ്കിൽ വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്കൊന്നും ഈ സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് യാതൊരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് സ്വന്തമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. കാരണം ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള പല ന്യൂസുകൾ നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്കിന് നല്ല ഒരു ഗ്രോത്ത് കാണിക്കുന്ന പല ന്യൂസുകളും വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ന്യൂസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് തന്നെയാണ്. അതായത് HCL ടെക് എസ്പെഷ്യലി വിയറ്റ്നാം പോലുള്ള മാർക്കറ്റുകളിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അവിടെ കമ്പനിയുടെ നല്ലൊരു എക്സ്പാൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഗ്രോത്ത് ഉണ്ട്. കൂടാതെ ആസ്ട്രേലിയൻ IT കമ്പനിയായിട്ടുള്ള DWSനെ HCL റീസെൻ്റ് ആയിട്ട് അക്വയർ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കണ്ടതാണ്. അവിടെയും കമ്പനിയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബിസിനസ് മോഡലിൻ്റെ ഗ്രോത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ റീസെൻ്റ് ആയിട്ട് US പ്രസിഡൻ്റായി എലക്ട് ചെയ്യപ്പെട്ട ജോ ബൈഡൻ്റെ പുതിയ ഇമിഗ്രേഷൻ പോളിസി വന്നതോടുകൂടി IT സെക്ടറിൽ നല്ല ഒരു ബൂം തന്നെ പ്രതീക്ഷിക്കാം. ഈ വിധ ഓപ്പർച്യൂണിറ്റികളെല്ലാം മുന്നിൽ കണ്ടു നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും ഈ സ്റ്റോക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി സ്റ്റോക്കിൻ്റെ വീക്ക്ലി പെർഫോമൻസ് നോക്കാം. വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ 994 എന്ന് പറയുന്ന റേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഒരു ബ്രേക്കൗട്ട് റീജിയനിൽ തന്നെയാണെന്ന് നമ്മൾക്ക് ഡെയിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം ലാസ്റ്റ് 5 ട്രേഡിംഗ് സെഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് 1 വീക്കിൽ തന്നെ ഈ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 1000 രൂപ എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഈ സ്റ്റോക്കിന് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമ്മൾക്ക് RSI നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം RSI 70ക്ക് മുകളിലാണ്. ഇനി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിലും നമ്മൾ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിലും 1100 രൂപ ഫസ്റ്റ് ടാർഗറ്റും 1200 രൂപ സെക്കൻഡ് ടാർഗറ്റും തരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് HCL. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ സ്റ്റോക്കിൻ്റെ 850 രൂപ റേഞ്ച് തന്നെയാണ്. അതായത് 850 രൂപ വാല്യുവേഷൻ ബൈയിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സ്റ്റോക്ക് 800 രൂപ മുതൽ 850 രൂപ റേഞ്ചിൽ ബൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ റീജിയനായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ സ്റ്റോക്ക് ഈ ലെവലിലേക്ക് എത്തില്ല എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം മാർക്കറ്റിൽ ഡിപ്പ് അല്ലെങ്കിൽ കറക്ഷൻസ് വരുമ്പോൾ ഈ സ്റ്റോക്ക് ഉറപ്പായിട്ടും ഈ ലെവലിലേക്കും എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ വാല്യുവേഷൻ ബൈയിങ്ങിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഈ ലെവലിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 990 രൂപ അല്ലെങ്കിൽ 1000 രൂപ വാല്യുവേഷനിലും ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാം. കാരണം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാണുന്ന ഒരു സ്റ്റോക്കാണ് HCL ടെക്. വരുന്ന ആഴ്ചയിലോ അതിനടുത്ത ആഴ്ചകളിലോ നല്ല ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് നിപ്പോൺ അസറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നാം ഇന്ത്യ എന്ന സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് പ്രീ കോവിഡ് ലെവലിൽ 400 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കായിരുന്നു. ഒരു സമയത്ത് ഇത് 450 രൂപ റേഞ്ച് വരെ ഉണ്ടായിരുന്നു ഇതിൻ്റെ വാല്യുവേഷൻ. അതിനുശേഷം ലോക്ക്ഡൗൺ മൂലം ഈ സ്റ്റോക്ക് ഒരു നല്ലൊരു ഡീപ്പ് കറക്ഷനിലെത്തുകയും അതിനുശേഷം ഈ സ്റ്റോക്ക് വളരെ കാലമായി കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. അതായത് സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു സ്വിംഗ് ട്രേഡിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായി വരികയാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതായത്
ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 315 രൂപ റേഞ്ചിൽ സ്റ്റോക്കിൽ മുമ്പ് നല്ല ഒരു റെസിസ്റ്റൻസ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ജൂൺ ജൂലൈ മാസത്തിൽ ഈ സ്റ്റോക്ക് 315 രൂപ റേഞ്ചിലെത്തി. അവിടെ നിന്നും കൂൾ ഡൗൺ ആയി വീണ്ടും അതേ ലെവലിലേക്ക് സ്റ്റോക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്റ്റോക്ക് ഇതേ ലെവലിലേക്ക് വീണ്ടും എത്താൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്റ്റ്. രണ്ടാമത്തേത് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലൈനും 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലൈനും തമ്മിലുള്ള ഒരു ക്രോസ് ഓവർ നടന്നിരിക്കുകയാണ്. ആ ക്രോസ് ഓവർ നടന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കറക്ഷൻ പ്ലസ് കൺസോൾട്ടേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കറക്ഷൻ പ്ലസ് കൺസോൾട്ടേഷൻ ഫേസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് അതിൻ്റെ പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് ആയിട്ടുള്ള 315നെ ബ്രേക്കൗട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നുണ്ട്. ഇനി അത് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് വരാം. വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അതായത് സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസിലും നമ്മൾക്ക് ഡിസംബർ മാസത്തിൽ സ്റ്റോക്കിലെ മൂവിംഗ് ആവറേജ് ലൈൻസിൻ്റെ ഒരു ക്രോസ് ഓവർ കാണാൻ സാധിച്ചു. അതായത് 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലൈനിനെ 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലൈൻ ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റോക്കിൽ നമ്മൾ പറയാറില്ലേ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്ന ഗോൾഡൻ ക്രോസ് ഓവർ ആൾറെഡി കഴിഞ്ഞു. ഇനി സ്റ്റോക്കിലെ വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം പോൾസും അല്ലെങ്കിൽ വോളിയം പീക്സും സ്റ്റോക്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നവംബർ മാസം മുതൽ നമ്മൾ ഈ സ്റ്റോക്കിനെ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ലോ ഫോർമേഷൻസ് ആണ് സ്റ്റോക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഗ്രാജ്വലി സ്റ്റോക്ക് മൊമെൻറ്റം പിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഇനി ഈ ഗ്രാജ്വലി മൊമെൻറ്റം പിക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൈനർ കറക്ഷൻ സ്റ്റോക്ക് അതിൻ്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്യുന്നുമുണ്ട്. അവിടെ നിന്ന് വീണ്ടും നെക്സ്റ്റ് ഹൈ സ്റ്റെപ്പിലേക്ക് പോകുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇനി കറക്ഷനെ കുറിച്ച് നമ്മൾ വീക്കിലി ചാർട്ട് പാറ്റേണിൽ കണ്ട കറക്ഷൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമ്മൾക്ക് ഡെയിലി ചാർട്ട് പാറ്റേണിൽ കാണാൻ സാധിക്കും. അതായത് വീക്കിലി ചാർട്ട് പാറ്റേണിൽ നമ്മൾ കണ്ട കൺസോൾട്ടേഷൻ കുറച്ചും കൂടി നന്നായി നോക്കുകയാണെങ്കിൽ ഒരു മൈനർ കറക്ഷൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വീക്കിലി മൂവിംഗ് ആവറേജ് ലൈൻ ക്രോസ് ഓവർ ചെയ്തതിന് ശേഷം ഒരു കറക്ഷൻ, വീണ്ടും സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കൂടി വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ നോക്കി എനിക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഇതേ ഒരു പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൽ സേഫ് സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള 315 എന്ന് പറയുന്ന ടാർഗറ്റ്, അല്ലെങ്കിൽ 315 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് ക്ലോസിംഗ് ബേസിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ അഡ്വാൻസ് പൊസിഷനായിട്ട് എടുക്കാം. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് ഒരു ടാർഗറ്റായിട്ട് നമ്മൾക്ക് 360 രൂപ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റും അതിനുശേഷം 400 രൂപ സെക്കൻഡ് ടാർഗറ്റും എന്ന ലെവലിലേക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് നാം ഇന്ത്യ. ഇനി സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് സംസാരിക്കാം. സ്റ്റോപ്പ് ലോസ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 280 റേഞ്ച് തന്നെയാണ്. അല്പം ഡീപ്പ് സ്റ്റോപ്പ് ലോസ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ എടുക്കേണ്ടി വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.